ഹായ് ഹലോ എല്ലാവർക്കും സൈലബ് SSC-RRB സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെ SSCയുടെ CHSL എക്സാമിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിന്റെ അനാലിസിസ് ആണ്. ഓൾറെഡി നമ്മുടെ SSC CHSLനെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കി, നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആ എക്സാമിനെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. CHSL എക്സാമിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു എക്സാമിന്റെ സിലബസും ആ ഒരു എക്സാമിന്റെ പാറ്റേണും, അതുപോലെ തന്നെ ആ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവലും. ആ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവലിനെ പറ്റി നമുക്ക് അനാലിസിസ് സാധ്യമാവുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിലൂടെയാണ്. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ കട്ട് ഓഫിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഏത് ലെവലിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്ന തന്നെ ഈ പ്രീവിയസ് ഇയർ കട്ട് ഓഫിലൂടെ തന്നെയാണ്. ഓക്കെ, നമുക്ക് പോകാം. ആ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, ഓരോ വർഷത്തിലെയും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് CHSL എക്സാം പാറ്റേണിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും Tier 1ന്റെ ആ ഒരു പാറ്റേണിനെ പറ്റി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ മാക്സിമം 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്. ഓക്കെ, 200 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നെഗറ്റീവ് 0.5 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ അവിടെ ലൂസായി പോകുന്നത്. സോ ഏതൊക്കെ സെക്ഷൻ ആണുള്ളത് നോക്കിയാൽ റീസണിംഗ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്, ജനറൽ അവയർനെസ്, GK GS അടങ്ങിയിട്ടുള്ള സെഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, QA സെഷൻ ഉണ്ട്, ദെൻ ഇംഗ്ലീഷ് സെഷൻ ഉണ്ട്. ഓരോന്നിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മാക്സിമം ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് എന്നുള്ള രീതിയിൽ 50 മാർക്സ് എന്നുള്ള രീതിയിൽ 4 സെഷനിൽ നിന്നും 50 മാർക്സ്, അങ്ങനെ ടോട്ടൽ 200 മാർക്സിലാണ് നമ്മുടെ എക്സാമിന് വരുന്നത് Tier 1. സോ Tier 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ഈ എക്സാം എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. സോ ഇത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് Tier 2 എന്ന് പറയുന്ന എക്സാം, നമുക്ക് ജോലി കിട്ടുന്ന അല്ലെങ്കിൽ ജോലിയിലേക്കുള്ള മാർക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് Tier 2 എക്സാം ആണ്. സോ Tier 2ലേക്ക് എത്തണമെങ്കിൽ എന്തായിരുന്നാലും നമ്മൾ Tier 1 ക്വാളിഫൈ ചെയ്തേ പറ്റും. സോ ക്വാളിഫയിങ് എക്സാം ആണ്. നമ്മൾ എന്തായാലും ഇതിലേക്ക് പാസ് ആവണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. സോ എങ്ങനെയാണ് ഈ എക്സാമിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഇതുവരെ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 ജനറൽ കാറ്റഗറിയുടെ, നമുക്ക് പെട്ടെന്ന് ജനറൽ കാറ്റഗറി എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 157.36 മാർക്സ് ആണ്. 157.36 മാർക്സ് ആണ് 2024 CHSLന്റെ ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതേസമയം 2023 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 153.91 എന്നുള്ള ആ ഒരു കട്ട് ഓഫിലേക്കാണ് വന്നിട്ടുള്ളത്. 2022 നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലാണ്, 157.72 ആണ് അവിടെ വന്നിട്ടുള്ളത് 2022. 2021 140.18 മാർക്സ് ആണ് ജനറൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഓരോ വർഷത്തെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ഒരു കോമ്പറ്റീഷൻ ലെവലും ആ ഒരു എക്സാമിന്റെ ടഫ്നെസ്സും പാർട്ടിസിപ്പൻസിന്റെ എണ്ണവും, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ നോർമലൈസേഷൻ വന്നിരിക്കുന്ന രീതിയും അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കട്ട് ഓഫ് വാല്യൂ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ജനറൽ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും പ്രീവിയസ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പൊതുവെ ഹൈ കട്ട് ഓഫ് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. 140+ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 150+ എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് ഈ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതേസമയം EWS കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 150.51 ആണ് 2024 കാറ്റഗറിയിൽ EWS കാറ്റഗറിയിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. OBC കാറ്റഗറിയിലും 156.61 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. SC കാറ്റഗറി ആണെങ്കിൽ 139.68 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ST കാറ്റഗറി ആണെങ്കിൽ 129.44 മാർക്സ് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പാറ്റേൺ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്, കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം തന്നെ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ CHSL പോസ്റ്റുകളിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ Tier 1 ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ഓരോ പോർഷൻസും പഠിച്ചു വെച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ആക്കി വെക്കേണ്ട ഒരു മാർക്സ് എന്ന് പറയുന്നത് ഏകദേശം 160യുടെ അടുത്ത് ഒരു മാർക്ക് നിങ്ങൾ ടാർഗറ്റ് ആക്കി വെക്കണം. അല്ലെങ്കിൽ 150+ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോഴേ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്.
ഒരിക്കലും ഇതിൽ നിന്ന് കുറയാനുള്ള സാധ്യത കുറവാണ്. സോ 150+ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതെങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഫുൾ മാർക്സ്, നെഗറ്റീവ് ഒന്നുപോലും വരാതെ ഫുൾ മാർക്സ് കിട്ടുന്ന രീതിയിൽ മാക്സിമം മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും ഒരുപാട് PYQs പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഇതിൽ നിന്ന് മാക്സിമം ഫുൾ മാർക്ക് കിട്ടിയാൽ തന്നെ ഈ 3 പോർഷൻസിൽ നിന്ന് തന്നെ നമുക്ക് 150 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്ക് ഉയർത്താനായിട്ട് സാധിക്കും. പിന്നെ ജനറലി ടഫായിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയ ആണ് GK എന്ന് പറയുന്നത്. GK ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുള്ള ഒരു സെഷനാണ് GK എന്ന് പറയുന്നത്. സോ അവിടെയുള്ള മാർക്സ് എന്ന് പറയുന്നത് വേരി ചെയ്താൽ പോലും നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ 150 എന്നുള്ള നിലയിൽ മാർക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം സേഫാണ്. അത് എന്തായാലും ക്വാളിഫൈ ചെയ്യുന്ന വിധത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കാനായിട്ട് സാധിക്കും. സോ നന്നായിട്ട് തന്നെ ആ ഒരു കാര്യം മുൻനിർത്തിയതുകൊണ്ട്, അല്ലെങ്കിൽ 150+ എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക്, അല്ലെങ്കിൽ 160 എബവ് എന്നുള്ള ഒരു സ്കോറിലേക്ക് നമ്മൾ മാക്സിമം PYQ പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളിലൂടെയും നിരന്തരമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലൂടെയും നമ്മൾ ആ സ്കോറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈ CHSL എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രീവിയസ് ഇയർ കട്ട് ഓഫിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളെ ഈ CHSL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട് സൈലം SSC RRB SSC CHSL ലെജൻഡ്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. കോഴ്സ് ഫ്രീ എന്ന് പറയുന്നത് വെറും 2,999 രൂപയാണ്. സോ CHSL പോസ്റ്റുകളിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ ഇതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു.